കേരള സിറ്റിസൺ പോർട്ടലിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ആദ്യമായിട്ട് കേരള സിറ്റിസൺ പോർട്ടലിലേക്ക് പോവുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും ഈ വെബ്സൈറ്റ് നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ഉപയോഗിക്കാനുള്ള ഓപ്ഷനുകൾ കാണാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ മുകൾ വശത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് ലോഗിൻ എന്നും രജിസ്റ്റർ എന്നും രണ്ട് ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ നിലവിലൊരു ഉപഭോക്താവാണ് എങ്കിൽ നമുക്കത് ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായി രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവുക. അങ്ങനെ നമ്മൾ രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോയി കഴിയുമ്പോഴേക്കും നമുക്ക് ചില നിബന്ധനകൾ, അതായത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാണിക്കും. അത് വായിച്ച് മനസ്സിലാക്കിയ ശേഷം നമ്മൾ പ്രൊസീഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. അത് ഞാൻ മനസ്സിലാക്കി എന്ന് പറയുന്ന അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്ന തുടങ്ങുന്ന ആ ഒരു കോളത്തിൽ ടിക്ക് ചെയ്ത ശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്ക് നമ്മൾ തൊട്ടടുത്തൊരു പേജിലേക്ക് പോകും. അവിടെ നമുക്ക് രജിസ്ട്രേഷൻ ആവശ്യമായിട്ടുള്ള ചില ഡീറ്റെയിൽസ് കൊടുക്കേണ്ട ആവശ്യകതകളുണ്ട്. ഇതിന് ഏറ്റവും അടിസ്ഥാനമായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ആധാർ കാർഡാണ്. ആദ്യത്തെ കോളം നമ്മുടെ പേര് എൻ്റർ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ആധാർ കാർഡിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. രണ്ടാമത്തെ കോളം എന്ന് പറയുന്നത് ആധാർ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. നാലാമത്തെ കോളം ഫോൺ നമ്പറും മൂന്നാമത്തെ കോളം ഇമെയിൽ ഐ ഡിയുമാണ്. അതെല്ലാം കൃത്യമായിട്ട് എൻ്റർ ചെയ്ത ശേഷം വെരിഫിക്കേഷനായിട്ട് നൽകിയിരിക്കുന്ന മുകളിൽ കാണുന്ന ആ നമ്പർ അടിക്കുക. അത് ഓരോരുത്തർക്ക് ഓരോ നമ്പർ വ്യത്യസ്തമായിട്ടാണ് വരുന്നത്. ആ നമ്പർ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അതൊരു വെരിഫിക്കേഷന് വേണ്ടി മാത്രമാണ്. ഇത് റോബോട്ട് അല്ലാതെ വെരിഫിക്കേഷന് വേണ്ടിയാണ്. ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും പബ്ലിക് രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയി എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് നമുക്ക് പോപ്പപ്പ് ആയിട്ട് വരുന്ന കാണാൻ വേണ്ടി സാധിക്കും. അപ്പോഴേക്കും നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്കും രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡിയിലേക്കും ഒരു താൽക്കാലിക പാസ്വേഡ് ലഭിക്കും, ഒരു ടെമ്പററി പാസ്വേഡ് ലഭിക്കും. അപ്പോൾ നമ്മുടെ യൂസർ നെയിം എന്ന് പറയുന്നത് നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയോ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. നമ്മുടെ പാസ്വേഡ് എന്ന് പറയുന്നത് നമുക്ക് ഇമെയിലിലും SMS ആയിട്ട് ലഭിക്കുന്ന ആ ടെമ്പററി പാസ്വേഡ് ആയിരിക്കും. ആദ്യത്തെ തവണ ലോഗിൻ ചെയ്യുമ്പോഴേക്കും നമ്മൾ ഇത് രണ്ടുമാണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കും. അപ്പോൾ ഒന്നാമത്തെ കോളത്തിൽ പഴയ പാസ്വേഡ് എന്നുള്ളടുത്ത് നമ്മുടെ ടെമ്പററി പാസ്വേഡ് അടിക്കുക. അതിനുശേഷം താഴെ കാണുന്ന രണ്ട് കോളത്തിലും നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ്, നമുക്ക് വളരെ ശക്തമെന്ന് തോന്നുന്ന ഒരു പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ പാസ്വേഡ് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോഴേക്കും വീണ്ടും നമ്മൾ ലോഗൗട്ട് ആവും. അതിനുശേഷം നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്യേണ്ടി വരും. അങ്ങനെ ലോഗിൻ ചെയ്യുമ്പോഴേക്കും യൂസർ നെയിമായിട്ട് നമ്മുടെ മൊബൈൽ നമ്പറോ ഇമെയിലോ ഉപയോഗിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ പുതിയതായിട്ട് കൊടുത്ത പുതിയ പാസ്വേഡ് ഉപയോഗിക്കാം. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലോഗിൻ ചെയ്യുക. അപ്പോഴേക്കും നമ്മൾ മറ്റൊരു ഡാഷ്ബോർഡിലേക്ക് എത്തും. അവിടെ നമ്മുടെ പ്രൊഫൈലിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അടുത്തായിട്ട് പ്രൊഫൈൽ അപ്ഡേഷന് വേണ്ടിയുള്ള സമയമാണ്. ആദ്യമായിട്ട് നമുക്ക് പ്രൊഫൈൽ പിക്ചർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അതിന് പ്രൊഫൈൽ പിക്ചറിനടുത്തേക്ക് പോകുക. അവിടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. കർസർ നോക്കുമ്പോൾ ഒരു ഓപ്ഷൻ വരും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും പ്രൊഫൈൽ പിക്ചർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി മറ്റൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടേക്ക് പോവുക. അപ്ഡേറ്റ് ഇമേജ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ ഗാലറി ഓപ്പൺ ആയി വരികയും അവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഇമേജ് പ്രൊഫൈൽ പിക്ചറായിട്ട് സെലക്ട് ചെയ്യുവാനും സേവ് ചെയ്യുവാനും സാധിക്കും. ഇത്തരത്തിൽ നമ്മൾ പ്രൊഫൈൽ പിക്ചർ സേവ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കൺഫർമേഷൻ ചോദിക്കും. അത് യെസ് കൊടുക്കുക. അപ്പോഴേക്കും പ്രൊഫൈൽ പിക്ചർ അപ്ഡേറ്റ് ചെയ്യുന്നൊരു നോട്ടിഫിക്കേഷൻ വരും. പിന്നെ നമുക്ക് അഡ്രസ്സാണ് നൽകേണ്ടത്. അഡ്രസ്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യകതയുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ലഭിക്കും. അങ്ങനെ ലഭിക്കുന്നവ നമ്മൾ അതുപോലെ എടുക്കുക. ബാക്കിയുള്ളവ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്ത ശേഷം താഴെ കാണുന്ന സേവ് എന്ന് പറഞ്ഞ ബട്ടണിലേക്ക് പോവുക. പ്രൊഫൈൽ അപ്ഡേഷനുള്ള കൺഫർമേഷൻ യെസ് കൊടുക്കുക. അപ്പോഴേക്കും അടുത്തൊരു പേജിലേക്ക് പോകും. അവിടെ നമുക്ക് മറ്റ് ചില ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കേണ്ട ആവശ്യകതയുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ്, റീജിയൻ, കാസ്റ്റ്, നമ്മൾ വിവാഹിതനാണോ, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കുക. അതിനുശേഷം സേവ് അടിക്കുക. പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പ്രൊഫൈൽ പിക്ചറിന് താഴെ കുറേയധികം ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അവിടെ പ്രസൻറ്റ് അഡ്രസ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവുക. അപ്പോൾ നമ്മുടെ പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും വ്യത്യസ്തമാണെങ്കിൽ ടൈപ്പ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ മുകളിൽ വെച്ചൊരു ഓപ്ഷൻ ഉണ്ട്, സെയിം ആസ് പെർമനൻറ്റ് അഡ്രസ്സ്. അത് നമ്മൾ ടിക്ക് ചെയ്യുക. അതിനുശേഷം അപ്ഡേറ്റ് ചെയ്യുക. അടുത്തായിട്ട് നമ്മൾ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ് എന്ന ഓപ്ഷനിലേക്ക് പോവുക. ആധാർ അവിടെ വന്നിട്ടുണ്ടായിരിക്കും. മറ്റ് ഡോക്യുമെൻറ്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ ന്യൂ ID പ്രൂഫ് എന്നുള്ള ഓപ്ഷൻ എടുത്തുകൊണ്ട് മറ്റ് പുതിയ ഡോക്യുമെൻറ്റ്സ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. അതിനുശേഷം അത് അപ്ഡേറ്റ് ചെയ്യുക. അടുത്തായിട്ട് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടേക്ക് പോയിക്കൊണ്ട് നമ്മൾ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതർ ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ കാണും. അവിടേക്ക് പോയിക്കൊണ്ട് നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസം, തൊഴിൽ മുതലായ ഡീറ്റെയിൽസ് കൂടി കൊടുക്കുക. ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്താൽ നമ്മുടെ പ്രൊഫൈൽ എന്ന് പറയുന്ന സെക്ഷൻ കംപ്ലീറ്റ് ആവും.